കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഫ്രീസർ ഇല്ല എന്ന പേരിൽ സമരം നടത്തിയതായിരുന്നു യുവമോർച്ച. പ്രതീകാത്മക സമരമായിരുന്നു നടത്തിയത്. അതിൽ പ്രതീകാത്മകമായി മൃതദേഹം കൊണ്ടുവന്നുള്ള ഒരു സമരം യുവമോർച്ച ഇന്ന് നടത്തുകയുണ്ടായി. കാരണം അവർ പറയുന്നത് 8 ഫ്രീസറുകൾ ഉണ്ടായിട്ട് 8 എണ്ണവും പ്രവർത്തിക്കുന്നില്ല, ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മരിക്കുന്ന മൃതദേഹങ്ങളെ കൊണ്ടുപോകുന്നത് പാരിപ്പള്ളിയിലും കരുനാഗപ്പള്ളിയിലും പുനലൂരും കൊട്ടാരക്കരയിലുമാണ്. ഇന്ന് പ്രതീകാത്മക സമരം നടത്തിയ ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ഈ മൃതദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ശവമായിട്ട്? കൊല്ലം ജില്ലയിലെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ അനീതി കാട്ടുകയാണ് ഡെഡ് ബോഡികളിലോട്. ഇപ്പോൾ ഞാനിപ്പോൾ കട കയറിയാണ് മരിച്ചത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മരിച്ച് ഡെഡ് ബോഡിയായി നമ്മൾ മോർച്ചറി കിടക്കുക ഒരു 10-15 മിനിറ്റ് കൊണ്ട് അല്ലേ നമ്മൾ ചൂടത്ത് അളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യുവമോർച്ച പ്രവർത്തകരെടുത്ത് ഞാൻ എൻ്റെ ഈ സങ്കടം പറയുകയും അവർ ഈ പരിപാടി ഏറ്റെടുത്ത് എന്നെ നീതി തരികയും ചെയ്തു. കൂളറൊക്കെ വെച്ച് തന്നു. അപ്പോൾ എല്ലാ ശവങ്ങൾക്കും വേണ്ടിയിട്ടാണോ അല്ലെ എല്ലാ മൃതദേഹങ്ങൾക്കും വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് ഇപ്പോൾ? അതെ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ നല്ല ആ ഹോസ്പിറ്റലിലുള്ള ഏകദേശം 10,000-ഓളം ആത്മാക്കളും എൻ്റെ കൂടെ ഈ ഒരു നല്ല കാര്യത്തിനും ഉണ്ട്. അവർക്കൂടെ, അതായത് ഇനി വരുന്ന ഡെഡ് ബോഡി കൂടെ നല്ല നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പരിപാടി. എല്ലാ മൃതദേഹങ്ങൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതീകാത്മകമായി വന്ന് സംസാരിക്കുകയാണ്. ഒരു ഫ്രീസർ സംവിധാനം ആവശ്യമാണ് അല്ലേ? അതെ, ഫ്രീസർ സംവിധാനം ഉടനടി തന്നെ ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് പോകും. അതെ, ഇല്ലെങ്കിൽ നമ്മൾ കൊല്ലത്ത് വരുന്നൊരു വ്യക്തിയെ, പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പാരിപ്പള്ളി, പുനലൂർ, കരുനാഗപ്പള്ളി തുടങ്ങിയ മേഖലകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? അതെ, ഞാനിപ്പോൾ നമ്മുടെ പ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് നീതിക്ക് വേണ്ടി അവർ ഒരു കൂളർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡെഡ് ബോഡിയൊക്കെ അറസ്റ്റ് ചെയ്യുക ഹോസ്പിറ്റലുകാർ ചെയ്തത്, പോലീസുകാരും. അതെ, അതായത് ഈ ഡെഡ് ബോഡിയെ ഡോക്ടറെ കാണിക്കാൻ പോലും പോലീസുകാർ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് അനാദരവാണ് ഈ പോലീസുകാർ ഡെഡ് ബോഡിയോടെ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ മൃതദേഹങ്ങളോട് അനാദരവ് ആണെന്നാണ് പ്രതീകാത്മകമായി ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു മൃതദേഹമായി അഭിനയിച്ച വ്യക്തി പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ഒരു മൃതദേഹം കരുനാഗപ്പള്ളിയിൽ എത്തിക്കുമ്പോഴും പുനലൂരിൽ എത്തിക്കുമ്പോഴും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ എത്തിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് വലിയ തോതിലാണ്. മാത്രമല്ല ആംബുലൻസിന് പണമാകുന്നു, ഫ്രീസറിന് പണമാകുന്നു. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കണം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഉടൻ തന്നെ ഫ്രീസർ സംവിധാനം പ്രവർത്തിപ്പിക്കണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വേറിട്ട സമരം യുവമോർച്ച നടത്തിയിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.